ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ സർ. ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ്. വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിന്റെ ഒരു ലിസ്റ്റ് എടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇപ്പോ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് സാർ കൽക്കിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യൻ ടൂവിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. എങ്ങനെ സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ ഇത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നത്? Where does the energy come from to do this? Okay. ഒരിക്കൽ ഇവിടെ വന്ന ഒരു അപ്ലാസ് വാങ്ങിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ഇതാണ് എന്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Thank you.